കർണാടക 17 സീറ്റിൽ BJP, 4 മാത്രം കോൺഗ്രസ്. കർണാടകയിൽ ഇങ്ങനെ അമ്പെ തകർന്നടിഞ്ഞു പോകാൻ എന്താണ് കാരണമെന്ന് DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇരുന്ന് ആലോചിക്കണം. കർണാടകയിൽ ഇന്ത്യ മുന്നണി തകരുന്നു, മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി പിടിച്ചു നിൽക്കുന്നു. അതായത് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 10,125 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ വ്യക്തമായ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡിലാണ് പ്രേമചന്ദ്രൻ പോകുന്നത്. പാർലമെന്റ് ക്യാന്റീനിൽ ഇനിയും ഭക്ഷണം കഴിക്കും NK പ്രേമചന്ദ്രൻ. 2 സീറ്റുകളിൽ BJP, 302 സീറ്റുകളിൽ NDA ഇന്ത്യ സഖ്യം 170. രാഷ്ട്രീയം കലർത്തരുതെന്നാണല്ലോ സാധാരണഗതിയിൽ പറയാം. പ്രേമചന്ദ്രൻ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ സംഘിച്ചാപ്പ കുത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ല. കൊല്ലത്തെ പ്രേമചന്ദ്രന്റെ ഇമേജ് എന്ന പ്രഖ്യാപനമാണ് 10,125 വോട്ടുകൾക്ക് തൊടാൻ പറ്റാത്ത വള്ളപ്പാടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ലീഡ് നിലയുമായി കൊല്ലത്തിന്റെ പ്രേമലു. തെക്കൻ കേരളത്തിൽ LDF ലീഡ് ചെയ്യുന്ന ഒരേ ഒരു സീറ്റ് ഇപ്പോൾ മാവേലിക്കരയാണ്. അവിടെ 262, വെറും 262 വോട്ടിനാണ് CA അരുൺകുമാർ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ LDFന്റെ ലീഡ് നിലനിർത്തുന്നത്. 262 വോട്ടുകൾ. 7 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച കൊടിക്കുന്നിലിന്റെ കൊടി താഴുമോ? അറിയില്ല, കാത്തിരിക്കാം. ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു. അട്ടിമറികളൊന്നും ഇത്തവണയും എറണാകുളത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഹൈബി ഈഡൻ ഹൈബിയുടെ ലീഡ് ഇതൊന്നും അല്ല കേട്ടോ. ഹൈബിയുടെ ലീഡൊക്കെ മാറും, ഇനി മാറും. ഇതിപ്പോ 1176 നിൽക്കുന്നതേ ഉള്ളൂ, അത് മാറും. അവിടെയൊക്കെ സ്ലോ ആണ്. കൊല്ലമാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് കൗണ്ടിംഗ് വളരെ 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 വേഗത്തിൽ മുന്നേറുന്നുണ്ട്. ഇപ്പോൾ 10,125, 10,000 കടന്ന് 10,125 കടന്നിരിക്കുന്നു. ഇടുക്കിയിൽ 6,531 ഹൈ റേഞ്ച് ഡീൻ. അതും കഴിഞ്ഞ് 6,848 ഡീൻ കുര്യാക്കോസ്. അതായത് 2 മണ്ഡലങ്ങളിലാണ് EVM-ൽ നിന്നുള്ള കൗണ്ട് പൂർണ്ണമായും വന്നിട്ടുള്ളത്. അത് ഇടുക്കിയും കൊല്ലവുമാണ്. അവിടെ രണ്ടും UDF-ന്റെ വലിയ മുൻതൂക്കമാണ്. ഇതൊരു സൂചനയാണോ? ഇതൊരു ട്രെൻഡാണോ? ഇതൊരു കാറ്റാണോ? 2019 ആവർത്തിക്കുകയാണോ? കേരളത്തിൽ UDF-ന്റെ കാറ്റങ്ങ് അടിച്ച് കയറി പോവുകയാണോ? ആലത്തൂരും പാലക്കാടും ഒരനക്കവുമില്ല. ആലത്തൂരും പാലക്കാടും LDF-നൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആലത്തൂരിൽ പക്ഷേ EVM കൗണ്ട് പുറത്തു വരേണ്ടതുണ്ട്. പാലക്കാട് A വിജയരാഘവൻ ലീഡ് ചെയ്യുകയും HD കുമാരസ്വാമി മാണ്ടിയിൽ മുന്നിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച് പിന്നീട് അവസാനം BJP-യിലേക്ക് ചേക്കേറിയ സുമലതയുടെ മണ്ഡലമാണ് HD കുമാരസ്വാമി JDS. തൃശ്ശൂരിലേക്കൊന്ന് നോക്കൂ. 789 വോട്ടുകൾക്ക് VS സുനിൽകുമാർ മുമ്പിലാണ്. ഇതുവരെ വോട്ടെണ്ണൽ ആരംഭിച്ച് 50 മിനിറ്റ് പിന്നിടുമ്പോൾ ഒരു സമയത്ത് പോലും സുനിൽകുമാർ ലീഡ് കൈവിട്ടിട്ടില്ല. തൃശ്ശൂർ സുരേഷ് കൊടിയേറ്റി തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ ചാലക്കുടി വരെ തെക്കൻ കേരളവും മധ്യ കേരളവും UDF തൂത്തുവാരുകയാണ്. 15-5. കോയമ്പത്തൂരിൽ അണ്ണാമലൈ പിന്നിൽ DMK സ്ഥാനാർത്ഥി ഗണപതി മുന്നിലാണ്. ശിവഗംഗയിൽ കാർത്തി ചിദംബരം, തൂത്തുക്കുടിയിൽ കനിമൊഴി, ചെന്നൈ സെൻട്രലിൽ ദയാനിധി മാരൻ, തിരുനെൽവേലിയിൽ BJP-യുടെ നനാർ നാഗേന്ദ്രൻ മുന്നിലാണ്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ചതിന് സമാനമാണ്. പക്ഷേ 2 മണ്ഡലങ്ങൾ DMK-ക്ക് പൊന്നുമ്പിലുള്ള മണ്ഡലങ്ങളാണ്. ഈ പറഞ്ഞ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരത്ത് NDA ലീഡ് പിടിക്കുന്നു. തിരുവനന്തപുരത്ത് 132 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുമ്പിലേക്ക് വരുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് തിരിച്ചു പിടിക്കുന്നു. 258 വോട്ടുകൾക്ക് തോമസ് ഐസക്. അതായത് തിരുവനന്തപുരത്ത് എന്തും സംഭവിക്കാമെന്നുള്ള നില ഇപ്പോഴുമുണ്ട്. 258 വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് ചെയ്യുന്നു. 132 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് പിടിക്കുന്നു. 132 കേരളത്തിന്റെ ലീഡ് നില വീണ്ടും മാറി മറിയുകയാണ്. ഏറെ നേരത്തിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നു. LDF 6 മണ്ഡലങ്ങളിൽ, UDF 13 മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ചു പോകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമാണ് കുമ്മനം രാജശേഖരൻ ലീഡ് ചെയ്ത്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ലീഡ് ചെയ്യുമോ, അതോ നേമം ഉൾപ്പെടെ മൾട്ടിപ്പിൾ മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുമോ? പൊന്നുമിലുള്ള ചോദ്യമാണ്. തിരുവനന്തപുരം ടൗൺ ഒക്കെ വലിയ തോതിൽ രാജീവിനൊപ്പം നിന്നു എന്നതാണ് NDA-യുടെ ആത്മവിശ്വാസം. ഏതായാലും തിരുവനന്തപുരത്തെ റിസൾട്ട് മാറി മറിയും. ഇനിയും മാറ്റം മറിച്ചിലുകൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ്. ഇടതുമുന്നണി അവിടെയൊന്നും വരാനുള്ള ഒരു ഘട്ടത്തിൽ പോലും ലീഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കർണാടകയിൽ HD കുമാരസ്വാമി 16,000 വോട്ടിന് മാണ്ഡ്യയിൽ ലീഡ് ചെയ്യണം. അതായത് മാണ്ഡ്യ മൈസൂർ ബെൽറ്റിൽ, ഒക്കലിക ബെൽറ്റിൽ പ്രജ്വൽ രേവണയല്ല എന്ത് സംഭവിച്ചാലും ആ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഞങ്ങൾക്കുണ്ടെന്ന് JDS തെളിയിക്കുകയാണ്. ബലഗാവിയിൽ ജഗദീഷ് ഷെട്ടാർ ലീഡ് ചെയ്യുന്നു.
ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യാണ്. അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി, സിറ്റിംഗ് MP അടൂർ പ്രകാശ് 528 വോട്ടുകൾക്ക് ആറ്റിങ്ങലിൽ. വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആറ്റിങ്ങൽ. വളരെ പ്രധാനപ്പെട്ട ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു സിറ്റിംഗ് MP. കൊടിമാറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് അടൂർ പ്രകാശ്. പ്രചാരണത്തിൽ നിന്നടക്കം വിട്ടുനിന്നു എന്ന ആരോപണങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വടകരയിൽ UDF മുന്നിൽ കയറുന്നു. വടകരയിൽ LDF-നെ മറികടന്ന് UDF മുൻപോട്ടാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വരുമ്പോൾ വടകരയും LDF-നെ കൈവിടുകയാണ്. LDF-ന്റെ ആ 25 വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ മുന്നിലുള്ളത്. വെറും 25. തൊട്ട് മുൻപ് 18 വോട്ടിന് ശൈലജ ടീച്ചർ മുന്നിലായിരുന്നു. ഇപ്പോൾ മാറുന്നു 25 വോട്ടുകൾക്ക്. തിരുവനന്തപുരത്തും ആലത്തൂരിലും പാലക്കാട്ടും വടകരയിലും ഇഞ്ചോടിഞ്ച്. കൊല്ലം വീണ്ടും മാറി. ലീഡ് ഉയർത്തി പ്രേമചന്ദ്രൻ. 11,024 വോട്ടിലേക്ക് NK പ്രേമചന്ദ്രന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു. കൊല്ലത്തിന് ഒന്നും നമുക്ക് അറിയാനില്ല. പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം എത്ര എന്ന് മാത്രം അറിഞ്ഞാൽ മതി.